കൂട്ടുകാരെ, നമുക്ക് മലയാളം പഠിക്കാം, ഒരുമിച്ച് പഠിക്കാം. ഇന്ന് നമ്മൾ വിപരീത പദമാണ്. ഇപ്പോൾ ആദ്യമായിട്ട് ക്ലാസ് കാണുന്നവരുണ്ടെങ്കിൽ മലയാളത്തിൻ്റെ കുറച്ച് വീഡിയോസ് നമ്മളിതിന് മുന്നേ ചെയ്തിട്ടുണ്ട്, അതുകൂടെ ഒന്ന് കാണുക കേട്ടോ. അത്യാവശ്യം നമ്മൾ പ്രീവിയസ് ആയിട്ട് ഒത്തിരി തവണ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾക്കാണ് ആദ്യം പ്രാധാന്യം നൽകുന്നത്. ഓക്കെ, വിപരീത പദം. മുഖ്യം, ഗൗണം. മുഖ്യം എന്നുള്ള പദം നമുക്കറിയാം, പക്ഷേ അതിനകത്ത് ഒരു ഓപ്ഷനകത്ത് നിന്ന് ഗൗണം എന്ന ഒരു ഓപ്ഷൻ എടുക്കാൻ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. മുഖ്യം ഓപ്പോസിറ്റ് എന്താണ്? ഗൗണം. വിപരീത പദം എന്താണ്? ഗൗണമാണ്. പുരോഗതി, പശ്ചാത്ഗതി. പുരോഗതി, പശ്ചാത്ഗതി. പുരോഗതിയുടെ ഓപ്പോസിറ്റ് എന്താണെടാ? പശ്ചാത്ഗതിയാണ്. പശ്ചാത്ഗതി. ആ പശ്ചാത്ഗതിയൊക്കെ ഒന്ന് ഓർത്തു വെച്ചോ കേട്ടോ. ഷായും ചായും അതിനകത്ത് വരുന്നത്. അപ്പോൾ എന്താണ് ശരിയായ പദം അല്ലെങ്കിൽ തെറ്റായ പദം കണ്ടെത്താനൊക്കെ ഉപയോഗിക്കുമ്പോൾ ഈ പശ്ചാത്ഗതിയൊക്കെ ചോദിക്കാം. പുരോഗതി, പശ്ചാത്ഗതി. കടിഞ്ഞൂൽ, കടശി. നമ്മൾ നോർമലി ഉപയോഗിക്കുന്ന കടിഞ്ഞൂൽ കുഞ്ഞ്, കടശി അല്ലേ? കടിഞ്ഞൂൽ, കടശി. കടിഞ്ഞൂൽ ആദ്യത്തേത്, കടശി അവസാനം, നമുക്ക് അറിയാവുന്ന. കനിഷ്ഠൻ ഓപ്പോസിറ്റ് എന്താണ്? ജ്യേഷ്ഠൻ എന്നാണ്. കനിഷ്ഠൻ ഓപ്പോസിറ്റ് LDയുടെ പ്രീവിയസ് ചോദ്യമാണ്. കനിഷ്ഠൻ, ജ്യേഷ്ഠൻ. നമ്മൾ ഒരിക്കലും നമുക്കിത് അറിയത്തില്ല എങ്കിൽ നമ്മൾ ഓപ്ഷനിൽ എഴുതത്തില്ല ഇത്. കനിഷ്ഠൻ, ജ്യേഷ്ഠൻ. സദ്ഗതി, ദുർഗതി. കുഴപ്പമില്ല, നമുക്ക് കിട്ടും. സദ്ഗതി, ദുർഗതി. സദ്ഗതി, ദുർഗതി. രാഗം, ദേശം. രാഗം എന്ന് നോക്കുമ്പോൾ പാട്ടിന്റെ രാഗം എന്ന് ഓർത്തുകൊണ്ടിരിക്കരുത്. ഒരാളുടെ ഇഷ്ടമില്ലേ രാഗം? അതാ രാഗം എന്ന് പറയുന്നത്. രാഗം, ദേശം, വെറുപ്പ്. ദേശം. രാഗം, ദേശം ഓപ്പോസിറ്റ് ദേശം. ദുർവ്യയം, മിതവ്യം. ദുർവ്യയം അനാവശ്യമായിട്ട് ചെലവാക്കുന്നത്, അല്ലെ മിതവ്യം മിതമായിട്ട് വ്യയം ചെയ്യുന്ന ചെലവാക്കുന്നത്. ദുർവ്യയം, മിതവ്യയം. ദുർവ്യയം, മിതവ്യയം. വിപുലം, സംഗ്രഹം. വിപുലം, സംഗ്രഹം. നമ്മൾ പറയുന്നത് വിപുലമായിട്ട് സംസാരിക്കുക, അതിനെ സംഗ്രഹിച്ച് പറയുക, ചെറുതാക്കി പറയുക. വിപുലം, സംഗ്രഹം. അഗ്രജൻ, അവരജൻ. ഇത് LDയുടെ പ്രീവിയസ് ആണ്. അഗ്രജൻ, അവരജൻ. അഗ്രജൻ, അവരജൻ. അപ്പോൾ ഒന്നുകൂടെ പറയട്ടെ ആ സെറ്റ്. മുഖ്യം, ഗൗണം. മുഖ്യം, ഗൗണം. പുരോഗതി, പശ്ചാത്ഗതി. പുരോഗതി, പശ്ചാത്ഗതി. കടിഞ്ഞൂൽ, കടശി. കടിഞ്ഞൂൽ, കടശി. കനിഷ്ഠൻ, ജ്യേഷ്ഠൻ. ഓപ്പോസിറ്റ് ആണ്, വിപരീത പദമാണ് പറയുന്നത്. ഓപ്പോസിറ്റ്. കനിഷ്ഠൻ ഓപ്പോസിറ്റ് ജ്യേഷ്ഠൻ. സദ്ഗതി, ദുർഗതി. സദ്ഗതി, ദുർഗതി. രാഗം, ദേശം. രാഗം, ദേശം. ദുർവ്യയം, മിതവ്യയം. ദുർവ്യയം, മിതവ്യയം. വിപുലം, സംഗ്രഹം. വിപുലം എന്താണ്? സംഗ്രഹമാണ്. വിപുലം, സംഗ്രഹം. അഗ്രജൻ, അവരജൻ. അഗ്രജൻ ഓപ്പോസിറ്റ് അവരജൻ. ഓക്കെ, യെസ്, അടുത്ത സെറ്റിലാക്കുക. ഉദാത്തം, അനുദാത്തം. ഉദാത്തം, അനുദാത്തം. ഉദാത്തമായത് അനുദാത്തം, ഉദാത്തം അല്ലാത്തത്. ഉറ്റവൻ, പറ്റവൻ. ഉറ്റവൻ ഓപ്പോസിറ്റ് പറ്റവൻ. ഉറ്റവൻ, പറ്റവൻ. ഉറ്റവൻ ഓപ്പോസിറ്റ് പറ്റവൻ. ആസ്തികൻ ഓപ്പോസിറ്റ് നാസ്തികൻ. ആസ്തികൻ, നാസ്തികൻ. ആസ്തികൻ, നാസ്തികൻ. ഉജ്ജ്വലം, അലസം. ഉജ്ജ്വലമായി പ്രവർത്തിക്കുക, അലസമായി പ്രവർത്തിക്കുക. അങ്ങനെ നിങ്ങൾ അങ്ങനെ ഉജ്ജ്വലമാണെന്നോ അലസമാണെന്നോ? ചെറിയ തോതിൽ അലസമാണല്ലോ. ഇപ്പൊ നമ്മൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ പലരും അലസരായിട്ടായിരിക്കുന്നത്. അല്ല, കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. പക്ഷെ നല്ലതായിട്ട് ശ്രദ്ധിക്കുന്നുണ്ടോ? ഇല്ല. ശ്രദ്ധിച്ചിരുന്നോടാ. ഉജ്ജ്വലം, അലസം. ഉച്ചം, നീചം. ഉച്ചനീചത്വങ്ങൾ എന്നൊക്കെ ആ വാക്കിൽ തന്നെ പറയുമല്ലേ. ഉച്ചം ഓപ്പോസിറ്റ് നീചം. ഖണ്ഡനം, മണ്ഡനം. ഖണ്ഡനം, മണ്ഡനം. ഖണ്ഡനം, മണ്ഡനം. ഖണ്ഡനം, മണ്ഡനം. ഗർഹ്യം, അഗർഹ്യം. ഗർഹ്യം, അഗർഹ്യം. ഗർഹ്യം ഓപ്പോസിറ്റ് അഗർഹ്യം. ക്ഷേമം ഓപ്പോസിറ്റ് എന്താണ്? ക്ഷാമം. ക്ഷേമം, ക്ഷാമം. ക്ഷേമത്തിന്റെ ഓപ്പോസിറ്റ് ക്ഷാമം. നിന്ന, സ്തുതി. നിന്നയുടെ ഓപ്പോസിറ്റ് എന്താണ്? സ്തുതി. ഒക്കെ ഒന്നുകൂടെ പറയട്ടെ. ഉദാത്തം, അനുദാത്തം. ഉദാത്തം, അനുദാത്തം. ഉറ്റവൻ, പറ്റവൻ ഓപ്പോസിറ്റ് പറ്റവൻ. ആസ്തികൻ ഓപ്പോസിറ്റ് നാസ്തികൻ. ഉജ്ജ്വലം, അലസം. ഉജ്ജ്വലം ഓപ്പോസിറ്റ് അലസം. ഉച്ചം, നീചം. ഉച്ചം വിപരീത പദം എന്താ? നീചം. ഖണ്ഡനം, മണ്ഡനം. ഗർഹ്യം, അഗർഹ്യം. ഗർഹ്യം, അഗർഹ്യം. ക്ഷേമം, ക്ഷാമം. ക്ഷേമം, ക്ഷാമം. നിന്ന, സ്തുതി. ഓക്കെ അല്ലേ? ഒന്നുകൂടെ പറയട്ടെ. മുഖ്യം, ഗൗണം. പുരോഗതി, പശ്ചാത്ഗതി. കടിഞ്ഞൂൽ, കടശി. കനിഷ്ഠൻ, ജ്യേഷ്ഠൻ. സദ്ഗതി ഓപ്പോസിറ്റ് ദുർഗതി. രാഗം ഓപ്പോസിറ്റ് ദ്വേഷം. ദുർവ്യയം, മിതവ്യയം. വിപുലം, സംഗ്രഹം. അഗ്രജൻ, അവരജൻ. ഉദാത്തം, അനുദാത്തം.
ഉറ്റവൻ ഓപ്പോസിറ്റ് പറ്റവൻ, ആസ്തികൻ നാസ്തികൻ. ഇടയ്ക്കിടെ ഞാൻ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് എന്താണെന്നറിയോ? നിങ്ങൾ മീനിങ് ആണെന്ന് വിചാരിക്കാതിരിക്കാനാ. ഉജ്ജ്വലം അലസം, ഉച്ചം നീചം, ഖണ്ഡനം മണ്ഡനം, ഗർഹ്യം ഓപ്പോസിറ്റ് അഗർഹ്യം, ക്ഷേമം ക്ഷാമം, നിന്നയുടെ ഓപ്പോസിറ്റ് സ്തുതി. ഓക്കെ, സൂപ്പറായിട്ട് പഠിച്ചോട്ടോ. താങ്ക് യു.